ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു, 98 സീറ്റ് UDF കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഉറപ്പായി പോകും. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കും, അത് ഞാൻ സ്വീകരിക്കും. അദ്ദേഹം മാറണ്ട. UDF 100-ലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കരുത്. അദ്ദേഹം ആജീവനാന്ത അവിടെ ഇരുന്നോട്ടെ. ഞാനും അദ്ദേഹമായിട്ട് മത്സരമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ്, ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ്. അത് എന്നും അങ്ങനെ ഇരിക്കും. പക്ഷെ നാട്ടിലാരെങ്കിലും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ UDF നേരിടും. ഞങ്ങൾ വർഗീയത പറഞ്ഞല്ല വോട്ട് പിടിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും. ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും. ഞങ്ങൾക്കതിന് പദ്ധതികളും പരിപാടികളും അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിന് വരും.